ഇടനാഴിയിൽ ഇരുൾ വീണുടഞ്ഞതിന്നോവുമായി പതിവായി വന്നൊരു നോക്കുകൊണ്ടൊന്നു മിണ്ടുവാൻ ഇടനെഞ്ചു പിടഞ്ഞു നിന്നെ തിരഞ്ഞു മുഷിയവേ കഴുകാൻ തുനിഞ്ഞതാണിന്നെൻ്റെ കണ്ണുകൾ വരുമെന്ന് ചൊല്ലിന്നു ആശയേകി നീ അറിയാതെ പോയതെന്റെ എൻ്റെ വേദന ഇനിയെങ്കിലും അരികിൽ വരൂ സ്നേഹമേ ഇടനാഴിയിൽ ഇരുൾ വീണുടഞ്ഞതിൽ നോവുമായി പതിവായി വന്നൊരു നോക്കുകൊണ്ടൊന്നു മിണ്ടുവാൻ. എല്ലാവർക്കും ഉള്ളൊരു സംശയം എന്ന് പറയുന്നത് ഒരുപാട് എന്നോട് നേരിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഇങ്ങനെ നിങ്ങൾ പരിപാടി ആയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഈ ചന്ദ്രസുനി ആകുമ്പോഴത്തേക്ക് ആയിട്ടുണ്ട് എന്ന് പറയുന്നതല്ലല്ലോ. നർത്തകിയാണ്, ഡാൻസറാണ്, സിംഗറാണ്. നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് വളരെ പ്രശസ്തിയായിട്ടുള്ളതും കോമഡിയിലൂടെ ഭയങ്കര ശ്രദ്ധയായിട്ടുള്ള ചന്ദ്രസുനി കോമഡി സ്കിറ്റുകളിലൂടെ വളരെ പ്രശസ്തയായിട്ടുള്ള അശ്വതിയാണ്. അശ്വതി മാഡം. അയ്യ അല്ല, നമ്മൾ ഒത്തിരി സ്കിറ്റുകളൊക്കെ നമ്മൾ ഒരുപാട് ചിരിക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സ്കിറ്റുകളാണ് അശ്വതിയുടേത്. ഭയങ്കര വൈറൽ സ്കിറ്റിൻ്റെ ആളാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അശ്വതിയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ അറിയാം. ശരി, പറയാം അല്ലേ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ, പുതിയ വിശേഷം? എല്ലാവർക്കും ഉള്ളൊരു സംശയം എന്ന് പറയുന്നത് ഒരുപാട് എന്നോട് നേരിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഇങ്ങനെ നിങ്ങൾ പരിപാടി ആയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഈ ചന്ദ്രസുനി ആകുമ്പോഴത്തേക്ക് ആയിട്ടുണ്ട് എന്ന് പറയുന്നതല്ലല്ലോ. ഭയങ്കര തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റമാണ്. അപ്പോൾ ഒരുപാട് പേരോട് ചോദിച്ചു, ഇവർ തിരുവനന്തപുരംകാരിയാണ്, അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും? അതെ, ഞാൻ തിരുവനന്തപുരംകാരിയാണ്. ഇപ്പൊ നിങ്ങൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാണ്? അതെന്താന്ന് വെച്ചാൽ ഞാൻ തിരുവനന്തപുരത്തിന്റെ മകളാണെങ്കിലും തൃശ്ശൂരിന്റെ മരുമകളാണ്. തൃശ്ശൂരിന്റെ മരുമകൾ. അതെ, എൻ്റെ ഹസ്ബൻഡിന്റെ വീട് തൃശ്ശൂരാണ്. അപ്പൊ സെറ്റിൽഡ് അവിടെയാണ്. അപ്പൊ അതിന്റെ സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു ചെറിയ ചായ്വൊക്കെ ഉണ്ടാവും. പക്ഷെ അപ്പൊ ഇപ്പൊ ആ പ്രേക്ഷകർക്ക്, നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങനെ കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു. തിരുവനന്തപുരംകാരിയാണെന്ന് പറഞ്ഞു, തൃശ്ശൂർക്കാരിയാണെന്ന് പറഞ്ഞു. പിന്നെ സ്റ്റേജിന്റെ ഈ ചാനലുകളുടെ തന്നെ സ്റ്റേജ് ഈവന്റുകളുണ്ട്. ഏഷ്യാനെറ്റിന്റെയും അമൃതയുടെയും ഫ്ലവേഴ്സിന്റെയും ഒക്കെ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് ഒരു ഗംഭീരമായിട്ടുള്ള പാട്ടാണോ അതോ എന്താണ് ഒരു പെർഫോമൻസ് എന്താണ് ചെയ്ത് ഞങ്ങളുടെ പ്രേക്ഷകരെ? പാട്ട് തന്നെ, അതാകുമ്പോ എളുപ്പത്തിൽ ഇവിടെ നിന്ന് അഭിനയിച്ച് കാണിക്കാൻ പറ്റില്ല, ഡാൻസ് കളിക്കാനും പറ്റില്ല. പിന്നെ ഡാൻസറാണ്, സിംഗറാണ്, കോമഡിയാണ്. സിംഗർ എന്ന് പറയാൻ പറ്റില്ല. പാട്ട് പഠിച്ചിട്ടുണ്ട്, കുഞ്ഞുനാളിലാണ് പഠിച്ചത്. പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെയൊക്കെ ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടും. ഞാൻ അങ്ങനെ പറയുന്നതല്ല, പാടും. പക്ഷെ എന്ന് വെച്ചാൽ ഭയങ്കര പാട്ടുകാരി എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. അതെ, നിങ്ങൾ സമ്മതിക്കില്ലല്ലോ അല്ലേ? പക്ഷെ ഇന്ന് അനീഷേട്ടൻ ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? അനീഷേട്ടൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുമ്പോ മേക്കപ്പ് ഇട്ട് വന്ന് നിൽക്കുന്നത്. എന്റെ ചാനലിൽ, സ്വന്തം ചാനലാണല്ലോ. അതെ, ഇവിടെ എന്തും പറ്റും. അതെ, അതിന്റെ കാര്യം എന്താണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളിപ്പോ ഷൂട്ടിലാണ്. ആ ഷൂട്ടിന്റെ ഇടയിൽ കൂടെ അനീഷേട്ടൻ നൈസായിട്ട് എന്നെയും പൊക്കി വന്നതാണ് ഒരു വീഡിയോ ചെയ്യാനെന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും മുഖത്ത് മേക്കപ്പ് ഉള്ളത് കേട്ടോ. പക്ഷെ എന്റെ ഓഡിയൻസിന് എന്റെ യഥാർത്ഥ കളർ അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. അതിനെന്താ കുഴപ്പം? ആ കളറിന് ഒരു കുഴപ്പമില്ല. പറഞ്ഞു പഠിക്കൂ. ഞാൻ അതിലോട്ട് പോകാതെ ഇതിൽ പഠിക്കൂ. പാട്ട്